ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പത്മജയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന കുറിപ്പ് എഴുതി വെച്ചാണ് പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം ഇങ്ങനെയായെന്നും കോൺഗ്രസ് വെറുതെ വിടില്ല എന്ന് അമ്മ പറഞ്ഞിരുന്നുവെന്നും പത്മജയുടെ മകൻ പ്രതികരിച്ചു. അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു എന്നോട് ഭയങ്കര ഇവർ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. മര്യാദയ്ക്ക് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം മുഴുവൻ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് എൻ്റെ അച്ഛനും ഇളയച്ഛനും ആദ്യം മരിച്ചു. ഇപ്പം അച്ഛന് തീരെ വയ്യാണ്ടായി. എൻ്റെ ഇടയിൽ കൂടെ ഇപ്പം എൻ്റെ അമ്മയും ഇവർ ഇങ്ങനെ ആയി. ഇപ്പം ഞങ്ങളിനി എന്ത് ചെയ്യും? എനിക്കതിനും അനിയനും അനിയത്തിയുള്ള ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർ പറയട്ടെ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ഇത്രയും വലിയ ഇതൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ട് NM വിജയന്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പാർട്ടിക്ക് അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ? സാധിക്കുമോ? ഇല്ലില്ല. എന്താ അതിന് തിരിച്ചുള്ള ഉറപ്പ്? കരാറെന്നാ പറഞ്ഞത്. എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, ദാറ്റ് ഇസ് അബ് ഇനിഷ്യോ വോയിഡ്. അതാണ് നിയമത്തിലെ വാക്ക്. എന്നേക്കാളും നല്ല വക്കീൽ ടാജറ്റുടെ ഉണ്ട്. സഹായിച്ചിട്ടുണ്ട്. അത് കരാറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, കേസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, ആത്മഹത്യാ ഭീഷണിയുടെ അടിസ്ഥാനത്തിലോ അല്ല. ഒരു കോൺഗ്രസ് കുടുംബത്തെ സഹായിക്കാനുള്ള വിശാല മനസ്കതയുടെ അടിസ്ഥാനത്തിലാണ്. NM വിജയന്റെ കുടുംബത്തെ കോൺഗ്രസും T സിദ്ദിഖ് MLAയും വഞ്ചിച്ചെന്ന് CPIM നേതാവ് CK ശശീന്ദ്രൻ. തുടർച്ചയായി കോൺഗ്രസ് പ്രവർത്തകരുടെ മരണം നടന്നിട്ടും കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കുന്നില്ലെന്നും CK ശശീന്ദ്രൻ. ഇപ്പോൾ എഗ്രിമെൻറ്റും ഇല്ല, പണവും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഏറ്റവും പ്രധാന വിഷയം വളരെ വഞ്ചനാപരമായ നിലപാട്. ഒരിക്കലും MLA നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് സിദ്ദിഖ് MLA ചെയ്തിരിക്കുന്നത്. വയനാട്ടിലെ കോൺഗ്രസ് വലിയ ഒരു തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും അധോലോക സംഘത്തിൻ്റെയും റിയൽ എസ്റ്റേറ്റുകാരുടെയും നേതൃത്വത്തിലായിപ്പോയി. എല്ലാവരും പരസ്പരം കാശുണ്ടാക്കാൻ വേണ്ടി വെട്ടിപ്പിടിച്ച് കാശുണ്ടാക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം. പൊതുപ്രവർത്തനത്തെ അപമാനിക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം. കള്ളക്കേസ് വിവാദത്തിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലടം ആത്മഹത്യ ചെയ്യും മുൻപുള്ള പ്രതികരണം 24-ന് ലഭിച്ചു. പ്രാദേശിക നേതാവ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ കുപ്രചരണം നടന്നു എന്നാണ് വീഡിയോയിൽ ജോസ് പറയുന്നത്. ഒരിക്കലൊരു തോട്ടയും മദ്യവും പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ എനിക്ക് തെറ്റായി ലഭിച്ചത് ഞാൻ പോലീസിന് ഫോർവേഡ് ചെയ്തു. അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ആളുകളെ പ്രതി ചേർക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് വേണ്ടിയിരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനും ഒക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് താങ്ങാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല. ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തി എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കണം എന്നുള്ള രീതിയിൽ ഇതുപോലെ ഉള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുസമൂഹത്തോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു അനീതിയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ജോസ് നെല്ലടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിടണമെന്ന് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ആവശ്യപ്പെട്ടു. മുള്ളക്കൊല്ലി പഞ്ചായത്തിലെ നമ്മളൊരു വികസന സെമിനാർ സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉരുത്തിരിയുന്നത് ഉണ്ടാകുന്നതൊക്കെ തന്നെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിലെ ചില ശക്തികളുമുണ്ട്. അതിപ്പോൾ പുറത്തു പറയില്ല. അത് നാളെ നേതൃത്വത്തിന് മുമ്പിൽ ഞാൻ പറയുക കാര്യങ്ങളൊക്കെ. പോലീസിന് കിട്ടിയ ഒരു കുറിപ്പ്, മരണക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആരാ പ്രതികളെന്നുള്ള പോലീസ് പറയട്ടെ. എന്തിനത് മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് വെറുതെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പേരിൽ ഇങ്ങനെ ഓരോ ആളുകളിങ്ങനെ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. ഞാൻ ഏറ്റു പറയുകയും ചെയ്യും. എനിക്ക് യാതൊരു ഭയമില്ല അക്കാര്യത്തിൽ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച NM വിജയന്റെ മരുമകൾ പത്മജയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. കുറച്ച് വ്യക്തികൾ ചേർന്ന് ഒരു പാർട്ടിയെ നശിപ്പിച്ചു, ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി ഈ പാർട്ടിയിൽ ഞാൻ വിശ്വസിക്കില്ല. അവരെടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പട്ടയം അവരെടുത്ത് തന്നേ പറ്റുള്ളൂ. അത് ഞങ്ങൾക്കുള്ള അവകാശമാണ്, അവരുടെ ഔദാര്യമല്ല. കാരണം അച്ഛൻ്റെ കത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. എന്തിനാ ആ വ്യക്തി അത് ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു, എത്ര രൂപയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. അത് ഞങ്ങളുടെ കിടപ്പാടാണ്. അത് ഞങ്ങൾക്ക് അവരെടുത്ത് തന്നേ പറ്റുള്ളൂ. T സിദ്ദിഖ് MLAയുടെ ഓഫീസിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് നടത്തി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്,
അപ്പോൾ പത്മജ പറഞ്ഞ ഒരു കാര്യം, അത് പട്ടയം എടുപ്പിച്ച് തന്നേ പറ്റൂ. പാർട്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാർട്ടിക്ക് കഴിയില്ല, കോൺഗ്രസ് പാർട്ടിക്ക് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ടി സിദ്ദിഖ് MLA ഒരു കരാറ് വെച്ചിരുന്നു, ആ കരാർ പാലിച്ചില്ല. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി DYFIയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവിടെ, അല്ലേ? തീർച്ചയായും കോൺഗ്രസിന്റെ രാഷ്ട്രീയം കലുഷിതമായ അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. അത് NM വിജയന്റെ മരണശേഷം കുറച്ച് രൂക്ഷമായി. അതിന്റെ തുടർച്ചയായി വീണ്ടും ഇപ്പോൾ ഇതാ ജോസ് നെല്ലയടത്തിന്റെ ആത്മഹത്യയിലേക്ക് എത്തി. ഒടുവിൽ NM വിജയന്റെ മരുമകളായിട്ടുള്ള പത്മജ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു അനുഭവം കൂടി ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായി വലിയ രീതിയിലുള്ള പ്രതിരോധം പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മുള്ളംകൊല്ലിയിലേത് വിഭാഗീയതയാണ്. അത് വിഭാഗീയതയെ തുടർന്നുണ്ടായിട്ടുള്ള ഈ അവിടുത്തെ വികസന സെമിനാറിൽ നടന്ന ഒരു ആ യോഗവുമായി ബന്ധപ്പെട്ട് ND അപ്പച്ചനെ കയ്യേറ്റം ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചു. അതിന്റെ തുടർച്ചയായി അതിന്റെ പകവീട്ടൽ എന്നുള്ള നിലയിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത്. അത് തങ്കച്ചൻ എന്ന വാർഡ് പ്രസിഡന്റിനെ ബോധപൂർവം കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്ന 17 ദിവസം റിമാൻഡിൽ അടയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് മുള്ളംകൊല്ലിയിൽ സംഭവിച്ചത്. മുള്ളംകൊല്ലിയിൽ അതിനുശേഷം ഈ ജോസ് നെല്ലയടം ഉൾപ്പെടെയുള്ളവരിലേക്ക് കേസ് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിന്റെ എല്ലാം മനോവിഷമത്തിൽ ആത്മഹത്യയിലേക്ക് എത്തുന്നു ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള തരത്തിലേക്ക് മാറുന്നത് തന്നെ അത്യന്തം ദുഃഖകരമായ അവസ്ഥയാണ്. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരിക്കല്ലൂർ വാർഡിൽ നിന്ന് കോൺഗ്രസിന്റെ വിമതനായി മത്സരിച്ച ആളാണ് ജോസ് നെല്ലയടം. ഒറ്റയ്ക്ക് 3 മുന്നണികൾക്കെതിരെ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ് ജോസ് നെല്ലയടം. അങ്ങനെ ഒരാൾക്കാണ് ഈ ഒരു ദുരവസ്ഥ സംഭവിച്ചതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പ്രധാനമായും ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കാണ് മുള്ളംകൊല്ലിയിൽ. അതേസമയം ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ഈ പത്മജയുടെ ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. അവർ വീട്ടിലേക്ക് എത്തിയ ശേഷം ഉച്ചയോടുകൂടിയാണ് ബോട്ടിക്കിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയത്. അവർ ബത്തേരിയിൽ ഒരു തുണി വ്യാപാര സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടേക്ക് എത്തിയ ശേഷമാണ് കൈഞ്ഞരമ്പ് മുറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പരിക്ക് സാരമുള്ളതല്ല, പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. പത്മജയുടെ പ്രതികരണം ഏറ്റവും ഒടുവിൽ വന്നു. ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ മാനസിക സമ്മർദ്ദം നേരിടുകയാണ്. ഈ ബാധ്യതകളൊന്നും ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയില്ല. കുറച്ച് വ്യക്തികൾ പാർട്ടിയെയും തങ്ങളുടെ ജീവിതത്തെയും നശിപ്പിക്കുകയാണ്. KPC നേതൃത്വം അടിക്കടി വാക്കുമാറ്റുന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് NM വിജയൻ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ വേണ്ടി പാർട്ടി തയ്യാറാകണം. പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത്രയും വലിയ സാമ്പത്തിക കുരുക്കിലേക്ക് എത്തുകയും ഈ മകനെയും ഒപ്പം തന്നെ കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്നും പത്മജ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടി സിദ്ദിഖ് MLAക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് DYFI പ്രവർത്തകർ ടി സിദ്ദിഖ് MLAയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു, മാർച്ച് നടത്തി. ഇനിയിപ്പോൾ ടി സിദ്ദിഖ് MLA ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ MLAയുടെ പ്രതികരണവും ഉണ്ടാകും. യെസ്, ടി സിദ്ദിഖ് MLA ഇക്കാര്യത്തിൽ എന്താണ്, ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്പസമയം മുൻപ് തന്നെ KPCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് പാർട്ടി നൽകാനാകുന്നത്ര സഹായം നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും വയനാട്ടിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിനെല്ലാം, ഈ വെല്ലുവിളികളെല്ലാം എങ്ങനെ പാർട്ടി പ്രതിരോധിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.